ഹായ്, എല്ലാവർക്കും സർവീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മുട്ടക്കറിക്ക് ഞാൻ തക്കാളി, സവാളി, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഞാൻ കുക്കറിലിടുന്നുണ്ട്. എനിക്ക് പണ്ട് അമ്മ ഉണ്ടാക്കി തന്നൊരു ഓർമ്മയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണിത്. വറുത്തരച്ച് വെക്കാനാണ് കേട്ടോ. അപ്പോൾ സവാളയും ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിൽ അപ്പോൾ വേവിക്കാമെന്ന് വിചാരിച്ചു. 2 പച്ചമുളക് എടുത്തത്, ഒരു പച്ചമുളക് ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിട്ടിട്ട് കുക്കറിലാക്കിയിട്ട് ഞാനൊന്ന് വേവിക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അടുപ്പ് കത്തിച്ചു, കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വിസിൽ വെച്ചു. അതിന് ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമല്ലിയും കാശ്മീരി മുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ടൊന്ന് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം മല്ലിയൊക്കെ പച്ചമല്ലി തന്നെയാണ് ഇട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു പ്രത്യേക അതിനാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പൊടി ഇടുമ്പോൾ ഇത്ര രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കണം. ഇത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് അതിലൊന്ന് ഒഴിച്ച് മിക്സ് ആക്കട്ടെ കേട്ടോ. 4 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കണത് കേട്ടോ. അപ്പോൾ അതൊന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാനത്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇത്തിരി ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു രസം വരിക. അങ്ങനെ മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി മിക്സാക്കി നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെള്ളയപ്പം കാണിക്കാൻ പറ്റിയില്ല. മോൻ പോണ തിക്കും തിരക്കാണ് സ്കൂളിലേക്ക്. അപ്പോൾ അതും കൂടി നല്ല ടേസ്റ്റായിരുന്നു മോൻ പറഞ്ഞു. നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ.